ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വളരെ കൗതുക ഒരു വാർത്ത കണ്ടിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത്, അല്ലാതെ ഇവയ്ക്കൊരു ഒരു തരത്തിലും തെറ്റായി വ്യാഖ്യാനം ചെയ്ത് ഞാൻ പറയാൻ പോകുന്നത്, നമ്മളെ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയിൽ ഒരു സംഭവങ്ങൾ അയാളെ മക്കൾ ഒരു ദിവസം മുമ്പ് അയാളെ ഒരു കുഴിമുക്കി അതിനകത്തേക്ക് വെച്ച് മൂടി. കഴിഞ്ഞ് അതിനകത്ത് കുറേ കോൺക്രീറ്റും കൊണ്ട് വെക്കി അതിൻ്റെ മുകളിൽ ഈ പൂവിട്ട് നിലവിലേക്ക് നക്കി വെച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം മരിച്ചതാണോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊന്നതാണോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ജീവനോടെയാണോ അതിനകത്ത് വെച്ചത്, ഇതൊന്നും ആർക്കും അറിയില്ല. ആൾക്കാർ അറിയുന്നത് അവർ പുറത്ത് അടിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ആൾക്കാരെ നമുക്കറിയുന്നത്. ഈ ഒരാൾ ജനിക്കുന്നതും മരിക്കുന്നതുമൊക്കെ ഗവൺമെൻറ്റിന് അറിയിക്കണം. അത് രജിസ്റ്റർ ചെയ്യാൻ നമ്മൾ നിയമമുണ്ട്. അത് പൂർണ്ണമായിട്ടും തെറ്റിച്ചുകൊണ്ട് ഒരാൾ പോയി അറിയാതെ ഒരു 4 പേര് മാത്രമാണ് ഈ കാര്യം അറിഞ്ഞിട്ടുള്ളത്. അതായത് അയാളെ ഭാര്യയും 2 മക്കളും പിന്നെ മരുമകളും. ഈ 4 പേര് മാത്രം അറിഞ്ഞിട്ടുള്ള കാര്യം. അതങ്ങനെ ശരിക്കും ഇന്ത്യൻ ഭരണഘടന ഒരാൾ മരിച്ചാൽ ആ കാര്യം ഇന്ത്യൻ ഭരണകൂടത്തെ അറിയിക്കണ്ടേ, അല്ലെങ്കിൽ സർക്കാരിനെ അറിയിക്കണ്ടേ, പഞ്ചായത്തിനെ അറിയിക്കണ്ടേ? ഇതൊന്നും ചെയ്യാതെ എങ്ങനെ അയാൾ മരിച്ചു എന്ന് ബന്ധുക്കൾ പറഞ്ഞ അത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ്. കാരണം അതിനകത്ത് ഒരിക്കലും ഒരു ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷേ ചില സംഘടനകൾ അതിനെ അനുഭവിച്ചുകൊണ്ട് വരുന്നുണ്ട്. അത് അവരുടെ ആചാരത്തിൻ്റെ ഭാഗമാണ് അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അത് തികച്ചും വർഗീയമായി ഭിന്നിപ്പുണ്ടാക്കാനുള്ള മാത്രം ഒരു ശ്രമമാണ്. അല്ലാതെ അതിനൊരിക്കലും ആചാരങ്ങളോ അല്ലെങ്കിൽ വിശ്വാസമോ അതൊന്നും ഇല്ല. കാരണം നമ്മളിപ്പോൾ ജീവിക്കുന്നത് 2025-ലാണ്. അല്ലാതെ 1800 അല്ലെങ്കിൽ 700 ഒന്നുമല്ല. നമ്മളിപ്പോൾ ജീവിക്കുന്നത് 2025-ലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈഫ് അത് ഒരിക്കലും നമ്മൾ ആ ഒരു ലൈഫ് ഒരിക്കലും നമുക്ക് അങ്ങനെ ആർക്കുമെങ്കിൽ അങ്ങനെ ഇതാക്കി കളയാൻ പറ്റില്ല. ഒരാൾ മരിച്ചു ആൾക്കാർ അറിഞ്ഞപ്പോഴാണ് അതിന് തെളിവ് വേണം. അവൻ കൊലപാതകമാണോ അല്ലെങ്കിൽ അതെങ്ങനെ മരിച്ചു എന്നത് വ്യക്തമായിട്ട് ആൾക്കാർ അറിയണം. അയാൾ കൊലപാതകമാണെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം
തന്നെ വേണം. അപ്പോൾ പോക്കർക്ക് പോസ്റ്റ്മാൻ ഹിന്ദി തന്നെ വേണം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കാര്യത്തിൽ എൻ്റെ അഭിപ്രായം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.